ഹായ്. ഈ മാരത്തണുകളിൽ പലപ്പോഴും 10 കിലോമീറ്റർ ടൈംഡ് റൺ അല്ലെങ്കിൽ 5 കിലോമീറ്റർ ഫൺ റൺ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ കൂടുതലും ബിഗിനേഴ്സ് ആയിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യം, ബിഗിനേഴ്സ് പലരും വളരെ വേഗത്തിൽ ഓടും. എന്നിട്ട് 1/2 കിലോമീറ്റർ കഴിയുമ്പോൾ ആകെ കിതച്ച് ക്ഷീണിച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ കുറച്ച് സമയം വീണ്ടും നടക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓടും, വീണ്ടും റെസ്റ്റ് ചെയ്യും. അങ്ങനെ ഓടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അവസാനം ഫിനിഷ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഒരു കൺസിസ്റ്റന്റ് സ്പീഡ് കീപ്പ് ചെയ്യുന്ന ആളുകളാണ് ആദ്യം ഫിനിഷ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ മാരത്തോണുകളിലൊക്കെ ഓടുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും അവര് ആ ഒരു സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും ഒരേ കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഒരു മാരത്തോണിന്റെ മാത്രം കാര്യമല്ല. ഇതൊരു ലൈഫ് സിറ്റുവേഷനുകളിലും ഇത് അപ്ലിക്കബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്. അത് നമ്മുടെ ലേണിംഗ് ആയാലും, നമ്മുടെ വർക്ക് ആയാലും, നമ്മുടെ ഫിറ്റ്നസ് ആയാലും, അങ്ങനെ ഏത് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇത് അപ്ലിക്കബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, പലപ്പോഴും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആദ്യത്തെ ഒരു എക്സൈറ്റ്മെന്റിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ആ പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പേസ് കണ്ടെത്തുകയും ആ ഒരു പേസിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കോണ്ടന്റ് ക്രിയേറ്റും ചെയ്താൽ ഒന്നും കൂടെ സക്സസ് ആവാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ലേണിങ്ങിന്റെ കാര്യത്തിലൊക്കെ ആയാലും ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഒരു സ്പ്രിന്റ് പോലെ കുറച്ച് സമയം നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടാവും, പക്ഷെ പിന്നീട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും. പിന്നെ പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് അത് ആ ഒരു പേസ് കീപ്പ് ചെയ്യാൻ പറ്റാതെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ വർക്കിൽ നമ്മളൊരു മാരത്തൺ അപ്രോച്ച് ആണോ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടാണോ ചെയ്യാൻ പറ്റുന്ന ഒരു പേസ് ആണോ കീപ്പ് ചെയ്തിട്ടുള്ളത് നോക്കുന്നത് നന്നായിരിക്കും.